ഇതാണ് മാൽദീവ്സിലെ കൊടി എന്ന് പറയുന്ന പരിപാടി. ഇങ്ങനെ ഡാൻസൊക്കെ കളിച്ച് ഈ കൊടിയും കൊണ്ട് ഇവർ ഈ ദ്വീപ് മുഴുവൻ നടക്കും. ദ്വീപിൻ്റെ ഒരറ്റത്തു നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇതുപോലെ ദ്വീപ് മുഴുവൻ നടന്ന് അവർ ഓരോ ജംഗ്ഷനുകൾ എത്തുമ്പോഴും അവിടെ നിന്ന് ഡാൻസ് കളിച്ച് അവസാനം ഇവിടുത്തെ ഒരു യൂത്ത് സെൻറ്റർ എന്ന് പറയുന്നൊരു സ്ഥലത്തെത്തും. ഇവിടെ ഇങ്ങനെ നിരത്തി വെച്ച കസേരകളിൽ കുറച്ച് പെൺകുട്ടികൾ അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നുണ്ടാവും. അടുത്ത ചടങ്ങ് എന്തെന്ന് വെച്ചാൽ അവിടുന്ന് ഈ കൊടി പിടിച്ച ഒരാൾ അവിടെ ഇരിക്കുന്ന ഒരു പെൺകുട്ടിയെ സെലക്ട് ചെയ്യുകയാണ്. അതായത് അടുത്ത വർഷം ഈ പരിപാടി നടത്താൻ വേണ്ടിയിട്ടുള്ള ആളെ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശം. ഇവിടെയുള്ള ഒരു ലോക്കലിനോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് പണ്ട് കാലങ്ങളിൽ ഇതുപോലെ കൊടി പിടിച്ച് വന്ന് ഒരു സ്ത്രീയെ സെലക്ട് ചെയ്ത് ആ സ്ത്രീനെ അവർ കല്യാണം കഴിക്കുമായിരുന്നു എന്നാണ് പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ അങ്ങനെയൊന്നുമില്ല. ഇപ്പോൾ അവർ വെറുതെ ഒരു തമാശയ്ക്ക് ആ ഒരു ആചാരങ്ങൾ ഇങ്ങനെ നിലനിർത്തി പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ അയാൾ പറഞ്ഞു അതിൻ്റെ മുമ്പുള്ളൊരു കാലഘട്ടത്തിൽ ഇവിടെ ഹാർബറുകളൊന്നും ഇല്ലാതിരുന്ന സമയത്ത് ഇവർ ബോട്ടിൽ ഇതുപോലെ ഈ കൊടിയും കൊണ്ട് ദ്വീപിൻ്റെ ചുറ്റിനും ഇങ്ങനെ കറങ്ങും. എന്നിട്ട് ഇവിടുത്തെ സ്ത്രീകൾ ആ ബോട്ടിനെ ബോട്ടിലേക്ക് നീന്തി വന്ന് ആ കൊടിയുള്ള ബോട്ടിൽ ആദ്യം എത്തുന്നത് ആരാണോ അയാളെയാണ് അടുത്ത വർഷത്തേക്ക് കൊടി എടുക്കാൻ വേണ്ടി സെലക്ട് ചെയ്യുന്നത്. അങ്ങനെ ദ്വീപിലൂടെ മുഴുവൻ എല്ലാ സ്ഥലത്തു കൂടെ നടന്ന് അവസാനം അവർ സ്ത്രീകൾ ഒരുങ്ങിയിരിക്കുന്ന ആ ഒരു സ്ഥലത്തെത്തി. ഇവരിങ്ങനെ സ്ത്രീകൾ ആദ്യം ഇവിടെ ഓരോ കസേരകളിൽ റെഡിയായി ഇരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇവർ ഇവിടെ ഒരുങ്ങിയിരിക്കുന്ന സ്ത്രീകളുടെ മേലെ കൂടെ ഇതുപോലെ ഒരുപാട് കളറുകളും അതുപോലെ തന്നെ മൈദപ്പൊടിയാണെന്ന് തോന്നുന്നു, അതുപോലെ മൈദപ്പൊടി പൗഡർ അങ്ങനെ ഓരോന്ന് അവരുടെ മേലാക്കുന്നുണ്ട്. അങ്ങനെ ഇവരുടെ മുമ്പിൽ ഒരുപാട് ഡാൻസൊക്കെ കളിച്ച് കുറേ നേരം ആ കൊടി കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് ഇതിൽ നിന്ന് ആരെയാണ് സെലക്ട് ചെയ്യാൻ പോകുന്നത് എന്നുള്ളൊരു ആകാംക്ഷയൊക്കെ ഉണ്ടാക്കി കുറച്ച് കഴിയുമ്പോൾ ആ കൂട്ടത്തിൽ നിന്ന് ഒരു സ്ത്രീയെ അവർ സെലക്ട് ചെയ്ത് ആ കൊടി അവർ ആ സ്ത്രീക്ക് കൈമാറുകയാണ് ചെയ്തത്. അങ്ങനെ സെലക്ട് ചെയ്ത സ്ത്രീയാണ് ഇത്. ഇനി ഇവരാണ് അടുത്ത ദിവസം, അതായത് നാളെ മിസ്റ്റർ കൊടിയെ സെലക്ട് ചെയ്യുന്നത്. ഇവരാണ് മിസ് കൊടി. ഇനി അടുത്തായിട്ട് നാളെ അവർ മിസ്റ്റർ കൊടിയെ സെലക്ട് ചെയ്യും. പിന്നെ വൈകുന്നേരം ഈ സെലക്ട് ചെയ്ത മിസ് കൊടീൻ്റെ വീട്ടിൽ വെച്ചിട്ട് ഇതുപോലെ ഒരുപാട് കലാരൂപങ്ങൾ, ജസ്റ്റ് കോൽക്കളി പോലെയുള്ള ഈ ഒരു കലാരൂപം അവിടെ കുറേ നേരം ഉണ്ടായിരുന്നു. അതിനുശേഷം അവിടെ അവർ എന്തൊക്കെയോ ഗിഫ്റ്റുകൾ ഈ മിസ് കൊടിക്ക് കൊടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അടുത്ത ദിവസം അതുപോലെ തന്നെ സ്ത്രീകൾ വന്ന് പുരുഷന്മാർ ഇതുപോലൊരു സ്ഥലത്തിരിക്കുന്നുണ്ടാവും. വീണ്ടും സ്ത്രീകൾ ഡാൻസൊക്കെ കളിച്ച് വന്ന് ഇതിൽ നിന്ന് ഒരു പുരുഷനെ മിസ്റ്റർ കൊടിയായിട്ട് സെലക്ട് ചെയ്യും.